കഴിഞ്ഞ ദിവസം ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് സമീപ നിയോജക മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പദ്ധതി വിഹിതം കുറവാണെന്നുള്ള പ്രചരണം വാസ്തവ വിരുദ്ധമാണെന്ന് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് പെരുമ്പാവൂർ, കോതമംഗലം നിയോജക മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പദ്ധതി വിഹിതം കുറവാണെന്നുള്ള പ്രചരണം വസ്തുതാവിരുദ്ധമാണെന്ന് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു. ഈ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ നമുക്ക് മൂവാറ്റുപുഴയ്ക്ക് ഈ വർഷം തന്നെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് 14,70,00,000 രൂപയുടെ പദ്ധതികൾക്ക് നമുക്ക് നൽകി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിനകത്ത് നമുക്കറിയാം, ഇവിടെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വീട്ടൂർ അമ്പലമ്പടി റോഡിന് തുക അനുവദിച്ചു. അതോടൊപ്പം തന്നെ വാഴക്കുളം പൈനാപ്പിൾ സിറ്റി മാർക്കറ്റ് ഇംപ്രൂവ്മെന്റിന് അതിന് നമുക്ക് തുക അനുവദിച്ചു. മൂവാറ്റുപുഴ സ്പോർട്സ് ഹോസ്റ്റൽ നിർമ്മാണത്തിന് തുക അനുവദിച്ചു. വാഴക്കാലക്കണ്ടം മരുതൂർ റോഡിന് തുക അനുവദിച്ചു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വാളിയപ്പാടം മാറാടി റോഡിന് 5 കോടി രൂപ അനുവദിച്ചു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ കയനാട് ചെക്ക് ഡാം, അതുപോലെ തന്നെ അങ്ങനെയുള്ള പദ്ധതികൾക്കൊക്കെ നമുക്ക് അംഗീകാരം ലഭിച്ചുവെങ്കിലും മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ മാറാടി മൂവാറ്റുപുഴ റോഡ്, അതായത് വള്ളക്കാല് റോഡിൽ നിന്ന് മഞ്ചിരിപ്പടിയിൽ ചെന്ന് അവസാനിക്കുന്ന റോഡിന് 4 കോടി രൂപ. അങ്ങനെ 6 പദ്ധതികൾക്കായി 20% തുക ആദ്യമേ തന്നെ നമുക്ക് ഭരണാനുമതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമാണ്. അങ്ങനെ 20% തുക ഇപ്പോൾ തന്നെ അനുവദിച്ചു. അതിനുശേഷം ഇനി അതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് അത് ആവശ്യമായ തുക, ഇപ്പോൾ 5 കോടി രൂപയാണ് മാറാടി വാളിയപ്പാടം റോഡിന് എങ്കിൽ ആ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി 4 കോടി രൂപ എസ്റ്റിമേറ്റ് തുകയുടെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളത് കൂടി അനുവദിക്കും. അങ്ങനെയാണ് ഒരു ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അറിയാവുന്ന ആളുകൾ പോലും അത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കോതമംഗലത്തും പെരുമ്പാവൂരും മൊത്തത്തിൽ സമർപ്പിച്ച ആ പ്രോജക്റ്റിൻ്റെ തുകയാണ് അവർ പത്രക്കാർക്ക് കൊടുത്തത്. പക്ഷേ മൂവാറ്റുപുഴയിൽ നമ്മൾ കൊടുത്തത് കൃത്യമായിട്ട് ഈ വർഷം അനുവദിച്ച തുകയുടെ കാര്യം മാത്രമാണ് കൊടുത്തത്. അതൊരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷക്കാർ വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് പോസ്റ്ററുകളും മറ്റും പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മളൊരു വീഡിയോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് ആകെ 30 പദ്ധതികളാണ് ബജറ്റിൽ സമർപ്പിച്ചത്. 30 പദ്ധതികൾക്കായി 216 കോടി രൂപയുടെ വകയിരുത്തലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ 2026-27 വർഷം നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് ഗവൺമെന്റ് ഒരു തുക ഈടാക്കും. അതിനുവേണ്ടിയാണ് ഈ വർഷത്തെ തുകയായി 14,70,00,000 രൂപ അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 5 കോടി രൂപ വീതമാണ് മൂവാറ്റുപുഴയുടെ വികസനത്തിന് തന്നിരുന്നതെന്നും സാബു ജോൺ പറഞ്ഞു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വീട്ടൂർ അമ്പലമ്പടി റോഡ്, വാഴക്കുളം പൈനാപ്പിൾ സിറ്റി മാർക്കറ്റ് ഇംപ്രൂവ്മെന്റ്, മൂവാറ്റുപുഴ സ്പോർട്സ് ഹോസ്റ്റൽ നിർമ്മാണം, കായനാട് ചെക്ക് ഡാം, മാറാടി മൂവാറ്റുപുഴ റോഡ്, ഈ പദ്ധതികൾക്കെല്ലാം തുക അനുവദിച്ചിട്ടുണ്ട്. പദ്ധതി വിഹിതത്തിന്റെ 20% തുകയാണ് ആദ്യം തന്നിട്ടുള്ളത്. ഇതിനാവശ്യമായ ബാക്കി തുക എസ്റ്റിമേറ്റ് എടുത്ത് പിന്നീട് നൽകും. എന്നാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ വസ്തുത പ്രചരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായതിനാലാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നതെന്നും സാബു ജോൺ പറഞ്ഞു. കൂടാതെ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കുന്നതിനുള്ള ശക്തമായ സമ്മർദ്ദം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അതിനുവേണ്ടി മൂവാറ്റുപുഴ MLA കഠിനമായി പ്രയത്നിക്കുന്നുണ്ടെന്നും സാബു ജോൺ പറഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികളുടെ വസ്തുതവിരുദ്ധ പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് UDF അഭ്യർത്ഥിക്കുകയാണെന്നും സാബു ജോൺ പറഞ്ഞു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.